സദുദ്ദേശത്തോടെ തെറ്റുതിരുത്തിക്കാനായി സ്വകാര്യമായി നമ്മുടെ അടുക്കിലെത്തുന്ന അഭ്യുദയകാംക്ഷികളെക്കുറിച്ചല്ല. അപവാദം പറഞ്ഞു പരത്തി അപമാനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന, ഇല്ലാ കഥകൾ ഉള്ളതുപോലെ പറയുന്ന മനുഷ്യരെ കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ രാപ്പകൽ അപവാദിയുടെ ശിഷ്യന്മാരാണ്. ആരാണ് രാപ്പകൽ അപവാദി? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്ന അപവാദി പിശാചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പിശാചിൻ്റെ നിയന്ത്രണത്തിലുള്ള മനുഷ്യരാണ് അപവാദം പറഞ്ഞു പരത്തുക. അങ്ങനെയുള്ളവരെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നതനുസരിച്ച് ആ സഹോദരന്മാർ യേശുക്രിസ്തുവിൻ്റെ രക്തവും തങ്ങളുടെ സാക്ഷ്യവും നിമിത്തം ജയിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ജയിക്കണം. കാരണം അങ്ങനെയുള്ളവർ നമ്മെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. തിന്മയോട് നാം തോൽക്കരുത്. നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാനും നമ്മെ മോശക്കാരായി ചിത്രീകരിക്കുവാനുമുള്ള അത്തരത്തിലുള്ള ആളുകളുടെ താല്പര്യങ്ങളിൽ നാം ബലിയാടാകരുത്. നാം എന്ത് ചെയ്യണം? നാം തളർന്നു പോകണോ? നാം പുറകോട്ട് പോകണോ? നാം വ്യതിചലിക്കണോ? ഒരു നാളും അരുത്. ആ രാപ്പകൽ അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. ആ രാപ്പകൽ അപവാദിയുടെ ശിഷ്യന്മാരെയും ദൈവം തള്ളിയിടുന്നത് വരെ നാം കാത്തിരിക്കണം. അവരുടെ അസൂയ അവരുടെ അസ്ഥികളിൽ ദ്രവത്വമാകുന്നത് വരെ നാം കാത്തിരിക്കണം. നമുക്കവിടെ യുദ്ധമില്ല, നമുക്കവിടെ പോരാട്ടവുമില്ല, നമുക്കവിടെ സമയമില്ല, നമുക്ക് നഷ്ടപ്പെടുത്താൻ ഊർജവുമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. സ്ഥിരതയോടുകൂടെ അത് ഓടിത്തീർക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അപമാനത്തെ എങ്ങനെ നേരിടണം എന്നുള്ള ഉദാത്തമായൊരു മാതൃക നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവിനെയാണ് നമ്മളവിടെ കാണുന്നത്. ആ വാക്യത്തിൻ്റെ തൊട്ടുമുകളിൽ അവനെ നോക്കുക എന്നും തൊട്ടു താഴെ അവനെ ധ്യാനിക്കുക എന്നും എഴുതിയിട്ടുണ്ട്. നാം നേരിടുന്ന അപമാനത്തെ നാം അലക്ഷ്യമാക്കണം. കാരണം നമ്മുടെ ലക്ഷ്യം അതല്ല. അവിടെ നമുക്ക് യുദ്ധം ചെയ്യാനില്ല. യുദ്ധം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ സമയത്ത് ഈ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന അപവാദികളെ ദൈവം ശിക്ഷിച്ചുകൊള്ളും. മാത്രമല്ല, മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശുമരണം ഏൽക്കുവാനാണ് കർത്താവ് വന്നിട്ടുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് കർത്താവ് നീങ്ങുന്നതിനിടയിലാണ് ഈ അപമാനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. കർത്താവ് അപമാനത്തെ ലക്ഷ്യമാക്കിയില്ല. തൻ്റെ മുമ്പിലുള്ള സന്തോഷമോർത്തുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് കർത്താവ് നടന്നെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ ഈ യേശുവിനെ നാം നോക്കിയാൽ, നമ്മുടെ കർത്താവിനെ നാം ധ്യാനിച്ചാൽ, നമ്മളെക്കുറിച്ച് പറയുന്ന അപവാദങ്ങളെ ലക്ഷ്യമാക്കാതെ നാം മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ക്രൂശിൻ്റെ വഴിയിലുള്ള അപമാനത്തെ അലക്ഷ്യമാക്കിയത്. നാമും നമ്മുടെ വഴിയിലുള്ള അപമാനത്തെ അലക്ഷ്യമാക്കി മുമ്പോട്ട് പോകണം. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചു എന്നെഴുതിയിട്ടുണ്ട്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിഷ്ഠൂരനും ഉപദ്രവിയുമായിരുന്നു. അന്ന് ആരും അപമാനം പറയാൻ ഉണ്ടായിരുന്നില്ല, അതിന് ധൈര്യപ്പെട്ടിരുന്നുമില്ല.
എന്നാൽ തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നുള്ളതിന് നിങ്ങളും ദൈവവും സാക്ഷി എന്ന് പറയുന്ന നിലവാരത്തിൽ ശുദ്ധിയോടുകൂടെ ജീവിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ, അപവാദം പറയാനും നിന്ദിക്കാനും കൂത്തുകാഴ്ചയായി കാണാനും ആളുകളുണ്ടായി. ഞാൻ നന്നായി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ നേരെ അപവാദം പറയുകയില്ല, എന്നെക്കുറിച്ച് ദോഷം പറയുകയില്ല എന്നുള്ളതിൻ്റെ തെളിവല്ല. ജീവിതത്തിനൊരു മിശ്രിത ഭാവമാണ്. ഒരു ക്ലോക്കിന്റെ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് പോലെ നാം മഴയിൽ കുളിർക്കുകയും വെയിലിൽ വിയർക്കുകയും ചെയ്യും. അത് ജീവിതത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപവാദങ്ങളെ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോയാൽ നമുക്ക് സമയനഷ്ടം സംഭവിക്കുമെന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗെരിസീം മലമുകളിൽ നിന്ന് ശേഖേം പൗരന്മാരോട് ഉറക്കെ യോഥാം പറയുന്ന വാക്കുകളുണ്ട്. വൃക്ഷങ്ങളുടെ ലോകത്ത് രാജാവില്ലാതെ വന്നപ്പോൾ വൃക്ഷങ്ങൾ എല്ലാവരും കൂടി ഒലിവ് വൃക്ഷത്തിന്റെ അടുക്കൽ ചെന്ന ഒരു ഉപമയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഒലിവ് വൃക്ഷം അവരോട് പറയുന്നത്, ദൈവവും മനുഷ്യനും എന്നെ പുകഴ്ത്തുന്ന എൻ്റെ പുഷ്ടി വിട്ട് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്നാണ് ഒലിവ് വൃക്ഷം ചോദിക്കുന്നത്. നമ്മുടെ നേരെ വരുന്ന അപമാനങ്ങളുടെ മേൽ ആടിക്കളയാൻ നമുക്ക് സമയമില്ല. നമ്മുടെ ശ്രദ്ധ അതിലല്ല, നമ്മുടെ ബലം അതിനു വേണ്ടി കളയേണ്ടതുമല്ല. എബ്രായ ലേഖനത്തിൽ നമ്മുടെ നോട്ടം, നമ്മുടെ ഓട്ടം, രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോട്ടം മാറാതെ, ഓട്ടം തെറ്റാതെ കർത്താവായ യേശുക്രിസ്തുവിനെ ധ്യാനിച്ച് നാം മുമ്പോട്ട് പോയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കും. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച നമ്മുടെ കർത്താവ് എവിടെയാണ് ഇരുന്നത്? ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത്. നമ്മുടെ നേരെ വരുന്ന അപമാനങ്ങളെ, അപവാദങ്ങളെ സഹിച്ചുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ക്രൂശ് എടുത്ത് നാം മുമ്പോട്ട് പോയാൽ ആ ദൈവസിംഹാസനത്തിന്റെ തൊട്ടടുത്ത് നാമും ഉണ്ടാകും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.